വീണ്ടെടുപ്പുകാരനും രക്ഷകനുമാകുന്ന കർത്താവിൻ്റെ നാമത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം ഇന്ന് രാവിലെ അറിയിക്കുന്നു. സർവശക്തനാകുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യവും അനുഗ്രഹങ്ങളും ഇന്ന് പകൽക്കാലവും നമ്മോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം വ്യക്തമായി നമ്മോട് സംസാരിക്കേണ്ടതിനായി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. അല്പസമയം നാം ഇവിടെ ദൈവസന്നിധിയിൽ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് 51 സങ്കീർത്തനത്തിൻ്റെ 10 വാക്യമാണ്. 51 സങ്കീർത്തനം അതിൻ്റെ 10 വാക്യം. അതിങ്ങനെയാണല്ലോ നാം വായിക്കുന്നത്: ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കേണമേ. ഹല്ലേലൂയ, സ്തോത്രം. ഞാനിങ്ങനെ മനസ്സിലാക്കുന്നു, നിർമ്മല ഹൃദയം എന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത്: ക്രിയേറ്റ് മീ എ ക്ലീൻ ഹാർട്ട് ഓഫ് ഗോഡ്. ഇൻ അതർ വേർഡ്സ് വി ക്യാൻ സേ ദാറ്റ് ക്രിയേറ്റ് മീ എ സിൻസിയർ ഹാർട്ട്. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ നീ നൽകി തരണമേ. അല്ലെങ്കിൽ സത്യസന്ധമായ ഒരു ആത്മാവിനെ എന്നിൽ നൽകി തരണമേ. സ്തോത്രം. പലപ്പോഴും നമുക്ക് ഈ സത്യസന്ധതയുടെ ആത്മാവിനെ നിലനിർത്തുവാൻ ഈ ലോക സാഹചര്യങ്ങളിൽ കഴിയാതെ പോകുന്നത് സർവ്വസാധാരണമാണ്. എന്നാൽ സങ്കീർത്തനക്കാരൻ്റെ വാഞ്ചയാണ് എന്ത്? ദൈവമേ, നിർമ്മലമായ ഒന്ന് എന്നിൽ പകരണം. അതെന്തിനു വേണ്ടിയാണ് നിർമ്മലമായതൊന്ന് പകരേണ്ടുന്നത്? സങ്കീർത്തനക്കാരൻ വ്യക്തമായി മനസ്സിലാക്കുകയാണ്. Psalmist is clearly understanding that the sincere heart will given by God. ദൈവത്തിൻ്റെ ദാനമാണ് എന്താ? നിർമ്മല ഹൃദയം. സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ ദാനമാണ് നിർമ്മല ഹൃദയമെന്ന് സങ്കീർത്തനക്കാരൻ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. I don't know how many of us are understanding about this fact. എനിക്കറിയത്തില്ല നമ്മളിൽ എത്ര പേര് ഇതിനെ ശരിക്ക് മനസ്സിലാക്കുന്നുവെന്ന്. ബട്ട് സിൻസിയർ ഹാർട്ട് ഓർ ക്ലീൻ ഹാർട്ട് ഈസ് ഗിവൺ ബൈ ഗോഡ്. ദൈവത്തിൻ്റെ ദാനമാണ്. ഇഫ് യു വാണ്ട് സിൻസിയർ ഹാർട്ട് ഓർ ക്ലിയർ ഹാർട്ട്, വാട്ട് വി നീഡ് ടു ഡു? വി നീഡ് ടു എക്സ്പെക്ട് from God that Lord give me a clean heart in my life. എൻ്റെ ജീവിതത്തിൽ ഒരു നിർമ്മല ഹൃദയം എനിക്ക് തരണമേ എന്ന് നാം ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? പ്രതീക്ഷിക്കണം. But many of us, we used to think that this all will come automatically. ഇതിങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് നമ്മളിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? വന്നുകൊണ്ടിരിക്കുമെന്നാണ് നമ്മൾ കരുതാറുള്ളത്. പക്ഷേ നമ്മുടെ ഇന്നത്തെ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു കറക്ഷൻ എന്ന് പറയുന്നത് അത് വളരെ താല്പര്യമുള്ള കാര്യമല്ല. അവർ കമ്മ്യൂണിറ്റി ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഫോർ കറക്ഷൻ. ബട്ട് വി നീഡ് ടു എക്സ്പെക്ട് ഫ്രം ഗോഡ്. ദൈവത്തിങ്കിൽ നിന്ന് നാം ആശ്രയിക്കണം, പ്രതീക്ഷിക്കണം, ആഗ്രഹിക്കണം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല? അത് നമുക്ക് ലഭിക്കത്തില്ല. If you are expecting from God, God will give a sincere heart or clear heart. If it is not possible enough to get a right conscience with God. ദൈവവുമായിട്ട് ഒരു നല്ല ബന്ധം പുലർത്തുവാൻ നമുക്കൊരു പക്ഷേ കഴിഞ്ഞു എന്ന് വരത്തില്ല. സ്തോത്രം. ഇന്ന് പകൽക്കാലം നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നത് പോലെ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. We have to pray to God that Lord, give me a clear heart so that I can glorify you. സ്തോത്രം. ദൈവമേ, എനിക്കൊരു നിർമ്മല ഹൃദയം ലഭിച്ചാൽ എന്ത് ചെയ്യാന്നറിയാമോ? എനിക്ക് നിന്നെ ശരിക്കും സ്തുതിക്കാൻ കഴിയും. But when we are looking on us, we may say that my heart is sincere heart, my life is sincere heart, I am blameless, I don't have any problem. When you comparing about others, I don't have any problem in my life. ലോകത്തിൽ മറ്റുള്ളവരെ കുറിച്ച് വിധിക്കുമ്പോൾ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഞാനൊരു നിഷ്കളങ്കനാണ്, നേരുള്ളവനാണ്,
എനിക്ക് യാതൊരു കുറവുമില്ല. സ്തോത്രം. ബട്ട് വെൻ ഗാഡ് ഈസ് അനലൈസിങ് ഓൺ ഈച്ച് വൺ ഓഫ് us, when God is critically evaluating on us, how long we will stand on behalf of God? ദൈവസന്നിധിയിൽ നമുക്ക് എത്ര വിശ്വസ്തതയിൽ നിൽക്കാൻ കഴിയും? ദൈവം നമ്മളെ വിധിക്കുമ്പോൾ നമ്മൾ എത്ര നിർമ്മലതയിൽ നമുക്ക് നിൽക്കാൻ കഴിയും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് എൻ്റെ വിഷയം അതല്ല. ഞാനിവിടെ സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കേണമേ. If God is not building up or creating, there may not be any transformation in our life. ദൈവം നമ്മളെ പണിയുന്നില്ലെങ്കിൽ, ദൈവം നമ്മളെ ശുദ്ധീകരിക്കുന്നില്ലെങ്കിൽ നമ്മളിൽ ഒരു മാറ്റവും സംഭവിക്കത്തില്ല, അല്ലേ? ദൈവം നമ്മളെ പണിയണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആഗ്രഹിക്കണം. അതുകൊണ്ടാണ് ദൈവം ഇത് പറഞ്ഞത്, മോൾ മീ, ക്രിയേറ്റ് മീ, ലിഫ്റ്റ് മീ, ബിൽഡ് മീ. എന്നെ എന്ത് ചെയ്യുക? പണിയുക, മെനയുക, ശുദ്ധീകരിക്കുക. ദൈവം നമ്മളെ പണിയുന്നില്ലെങ്കിൽ നമ്മളിൽ ഒരിക്കലും ഒരു മാറ്റം സംഭവിക്കത്തില്ല. സോ ദൈവം നമ്മളെ പണിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവസന്നിധി സബ്മിറ്റ് ചെയ്യണം. ഇഫ് യു വാണ്ട് ഗോഡ് ടു ബിൽഡ് യുവർ ലൈഫ്, വാട്ട് വി നീഡ് ടു ഡു ഈസ് വി നീഡ് ടു സബ്മിറ്റ് in front of God. ദൈവസന്നിധിയിൽ നാം നമ്മെ തന്നെ സമർപ്പിക്കുവാനിടയായി തീരണം. നമ്മളിന്ന് ജീവിക്കുന്നത് ഒരു അസ്ഥിരതയുള്ള ലോകത്തിലാണ്. സ്ഥിരമല്ല ഈ ലോകം. ഇന്ന് കാണുന്നവരെ നമുക്ക് നാളെ കാണാൻ കഴിയത്തില്ല. അസ്ഥിരമായ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. പക്ഷെ നാം എന്താണ് ചെയ്യേണ്ടുന്നത്? ഈ സ്ഥിരതയില്ലാത്ത ലോകത്തിൽ സ്ഥിരത ഉണ്ടാകണമെങ്കിൽ നാം എന്ത് ചെയ്യണം? സ്തോത്രം. വി ആർ ലിവിങ് ഇൻ an undefinite world which people are not same, characters are not same, behaviors are not same, rulers are not same, systems are not same, things are changing. നമ്മുടെ ചുറ്റുപാടുകളുള്ളത് എല്ലാം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് വാട്ട് എവർ in our situations are changing. നമ്മുടെ ചുറ്റുപാടുകളിൽ എന്തൊക്കെ സാഹചര്യങ്ങൾ മാറിയാലും, ദൈവവചനം ഇങ്ങനെ പറയാണ്, ആകാശം മാറിപ്പോകും, ഭൂമി മാറിപ്പോകും, എന്നാൽ എൻ്റെ ഈ വചനങ്ങൾക്കോ ഒരു മാറ്റവും എന്ത് ചെയ്യത്തില്ല? സംഭവിക്കുന്നില്ല. വാട്ട് എവർ ചേഞ്ച് around us, still the word of God will not change. ദൈവവചനം എന്ത് ചെയ്യുന്നില്ല? മാറിപ്പോകുന്നില്ല. ഹല്ലേലൂയ. നമുക്ക് സ്ഥിരതയില്ലെങ്കിൽ നമുക്കുള്ള നഷ്ടം എന്താണ്? If we are not properly concentrating on things, there are many things will lose from us. നമ്മൾ സ്ഥിരമായി ദൈവത്തിൽ ആശ്രയിക്കുന്നില്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് നഷ്ടം വരും. എന്താണ്? പല കാര്യങ്ങളുണ്ട്. 9-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. നമുക്ക് സ്ഥിരമായി ദൈവത്തെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളുടെ അകൃത്യം എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. If you are not able to constantly seeing the God's presence, you are not able to find, or we are not able to find our mistakes. നമ്മുടെ കുറവുകളെ കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. But most of the time we used to think that I am right. We all have the self-righteousness. നമുക്ക് സ്വന്തമായ ഒരു നീതി എപ്പോഴും ഉണ്ട്. ബട്ട് അവർ സെൽഫ് റൈച്ചസ്നെസ് ആർ മെനി ടൈം ഫെയിലിയർ. നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ ചിന്തകൾ പലപ്പോഴും പരാജയങ്ങൾ മാത്രമാണ്. അപ്പൊ ഇങ്ങനെ സങ്കീർത്തനക്കാരൻ പറയാണ്,
എൻ്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിന്റെ മുഖം എൻ്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിന്റെ മുഖം മറയ്ക്കണമേ. പിന്നെ വായിക്കുകയാണ്, പിന്നെ എൻ്റെ അകൃത്യങ്ങളൊക്കെയും മായിച്ച് കളയണമേ. മൈ ഇനിക്വിറ്റീസ് എന്താണ് ഇംഗ്ലീഷിലൊന്ന് വായിച്ച മോളെ? എൻ്റെ അകൃത്യങ്ങളെ ഒക്കെ മായിച്ച് കളയണമേ. സ്തോത്രം, സ്തോത്രം. അപ്പൊ ഇന്ന് പകൽക്കാലം നാം ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുമ്പോൾ ദൈവം നമ്മളെ പണിയുന്നില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ പാപങ്ങളെക്കുറിച്ച്, കുറവുകളെക്കുറിച്ച് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയാതെ പോകും. 2, നമ്മുടെ നിർമ്മലമായ ഹൃദയം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. 3, നാം ദൈവസന്നിധിയിൽ നിന്ന് തള്ളപ്പെടും. 4, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ ഇല്ലാതെ പോകും. 5, രക്ഷയുടെ സന്തോഷം നമുക്ക് ഇല്ലാതെ പോകും. 6, മനസ്സൊരുക്കമുള്ള ആത്മാവ് നമ്മളിൽ നിന്ന് പോയി പോകും. സ്തോത്രം. അപ്പോൾ സ്ഥിരത നഷ്ടപ്പെട്ടാൽ നമുക്കൊത്തിരി നഷ്ടങ്ങളുണ്ട്. ഞാൻ മറ്റു ഭാഗങ്ങളിൽ നിന്നല്ല പറഞ്ഞത്, ഈ സങ്കീർത്തനത്തിൽ തന്നെയാണ് പറഞ്ഞത്. എന്താണ്? നമ്മളുടെ സ്ഥിരത നഷ്ടപ്പെട്ടാൽ നമുക്കൊത്തിരി നഷ്ടങ്ങളുണ്ട്. ഇനി നമുക്ക് സ്ഥിരത ഉണ്ടാകണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് സ്ഥിരത ഉണ്ടാകണമെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമത്തെ ചിന്താഗതി, നമുക്ക് സ്ഥിരത ഉണ്ടാകണമെങ്കിൽ ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 12 വേർഡ്സ് 1 and 2. If you want to get a clear heart and sincere heart, what we have to do? Book of Romans chapter 12 words 1 and 2. നമുക്ക് ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർമ്മിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുടെ ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും. 1 മോളെ ഇംഗ്ലീഷിൽ കൂടെ ഒന്ന് വായിക്കാമോ? Therefore I urge you, brothers, in view of God's mercy, to offer your bodies as living sacrifices. To offer our bodies with living sacrifice. ജീവനുള്ള വിശുദ്ധയാഗമായി നമ്മളെ തന്നെ എന്ത് ചെയ്യണം? സമർപ്പിക്കണം. ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് എ ബിഗ് കമ്മിറ്റ്മെന്റ്. ഈ വാചകം എന്ന് പറയുന്ന ഒരു വലിയ കമ്മിറ്റ്മെന്റ് ആണ്, സമർപ്പണമാണ്. ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് എ ബിഗ് കമ്മിറ്റ്മെന്റ്. ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് എ ബിഗ് സറണ്ടർ. ഒരു വലിയ സമർപ്പണമാണ്. ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് എ ബിഗ് കമ്മിറ്റ്മെന്റ്. ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് എ big surrender. This statement is a big submission. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ നാം സമർപ്പിക്കുന്നവരായി തീരണം. നിങ്ങളുടെ ശരീരങ്ങളെ എന്തായിരിക്കണം? ജീവനുള്ളതാക്കി മാറ്റണം. നമുക്ക് ജീവൻ ഉണ്ടെങ്കിലും പലപ്പോഴും നമ്മുടെ അവസ്ഥ എന്താണ്? മരിച്ചവരെക്കാൾ കഷ്ടമാണ്. ജീവനുണ്ടെങ്കിലും പലപ്പോഴും നമ്മുടെ അവസ്ഥ എന്താണ്? മരിച്ചവരെക്കാൾ കഷ്ടമാണ്. മലയാളത്തിലൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. മോസ്റ്റ് ഓഫ് ദ ടൈം വി ഹാവ് ലൈഫ്, ബട്ട് മെനി ടൈംസ് വി ആർ മോർ വേഴ്സർ ദാൻ ഡെഡ് പീപ്പിൾ. നോട്ട് പ്രോപ്പർ ആക്ടിവിറ്റി, നോട്ട് പ്രോപ്പർ ഫങ്ഷൻ, നോട്ട് പ്രോപ്പർ ലൈഫ്, നോ പ്രോപ്പർ പ്രെയർ, നോ സിൻസിയർ ഹാർട്ട്, no proper movement, no proper appetite, not able to eat. നമുക്ക് പലതും ഉണ്ടെങ്കിലും നമ്മളിൽ സംഭവിക്കുന്ന ഒരു പരാജയം എന്താണ്? ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. നമ്മൾ ശരിക്കും ഇന്നാക്റ്റീവ് ആണ്. But Bible says you have to be active in the presence of God. ദൈവസന്നിധിയിൽ നീ ആരായി തീരണം? ദൈവസന്നിധിയിൽ ഒരു ആക്റ്റീവായ വ്യക്തിയായി തീരണം. For our physical life, for our physical environment, we may be very much happy, we may be very much active. നമ്മുടെ ലോകപരമായ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി സന്തോഷമുള്ളവരാണ്. If you want to go with our friends, we are very active and we may be saying so much of jokes and fun. നമ്മുടെ കൂട്ടുകാരോടൊപ്പം പോകുമ്പോൾ നമ്മൾ ഒത്തിരി ആക്റ്റീവാണ്. നമ്മൾ ഒത്തിരി ലോകപരമായ കാര്യങ്ങളിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യാറുണ്ട്.
But when you think about your spiritual life, when you are analyze about your spiritual life, നിന്റെ ആത്മീക ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ how much you are enjoying the presence of God, how much we are understanding the presence of God, how much we are enjoying the move of the Holy Spirit in our life. ആത്മീക ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ചലനം എത്ര നമുക്ക് ഉപയോഗിക്കാനിടയായി തീരും. സ്തോത്രം. ഇന്ന് പകലിൽ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ആത്മീക ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ചലനം നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ we are waste, we are dead in spirit. If we are not enjoying the presence of God or move of the Holy Spirit in our life, we are like a dead people. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഒരു മരിച്ച വ്യക്തിയായിട്ട് ഇരിക്കാൻ കർത്താവ് നമ്മളെക്കുറിച്ച് എന്ത് ചെയ്യുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. പിന്നെയോ ഹല്ലേലൂയ, നമ്മളൊരു ആക്റ്റീവായി ദൈവസന്നിധിയിലായിരിക്കാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. Today's world people are thinking holiness is a fake. ഇന്നത്തെ ആത്മീക ലോകത്തിൽ അനേകർ ചിന്തിക്കുന്നത് വിശുദ്ധി എന്നത് അതൊരു യാഥാർത്ഥ്യമല്ല, അതിൻ്റെ ഒരു ആവശ്യമില്ല. ഹോളിനെസ് ഡസ് നോട്ട് റിക്വയർഡ് ഫോർ സ്പിരിച്വാലിറ്റി. അതാണ് ഇന്ന് അനേകർ ചിന്തിക്കുന്നത്. ദാറ്റ് ഈസ് വാട്ട് പീപ്പിൾ യൂസ് ടു ഇന്റർപ്രറ്റ്, ദാറ്റ് ഈസ് വാട്ട് പീപ്പിൾ യൂസ് ടു പ്രീച്ച്, ദാറ്റ് ഈസ് വാട്ട് പീപ്പിൾ യൂസ് ടു ടീച്ച്. സ്തോത്രം. വിശുദ്ധി എന്നതിനെ കുറിച്ച് ആൾക്കാർ ഇന്ന് പഠിപ്പിക്കാറില്ല. ബട്ട് if you want to have a right conscience with God, ദൈവവുമായി നല്ല മനസാക്ഷി വേണമെന്നുണ്ടെങ്കിൽ, if you want to become a right relationship with God, ദൈവവുമായി നല്ല ബന്ധം പുലർത്തണമെന്നുണ്ടെങ്കിൽ we need holiness, because the word of God says that be holy because I am holy. എന്താണ് ദൈവവചനം പറയുന്നത്? ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. So it is not my word, it is the word of God says. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും എന്ത് ചെയ്യുക? വിശുദ്ധരായിരിക്കുക. In our words, in our deed, in our life, in our practical system, നമ്മുടെ വാക്കിൽ, നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ ജീവിത രീതിയിൽ നമ്മൾ എന്തായി തീരണം? വിശുദ്ധരായി ജീവിക്കണം. But many of us may not interested these words. ഈ വചനങ്ങൾ ഒരുപക്ഷെ അനേകർക്ക് ഇഷ്ടമല്ല എന്ന് വന്നേക്കാം. അപ്പോൾ നമ്മൾ സ്ഥിരത ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ വിശുദ്ധരാകണം, നിഷ്കളങ്കരാകണം, ദൈവകൃപയിൽ നിൽക്കണം, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാകണം. 2 ബുക്ക് ഓഫ് 2 Corinthians chapter 4 words 15 and 16. വായിച്ചാട്ടെ. ആ ആ അതിന്റെ 15-ാം വാക്യം കൂടെ. ഇനി 14 15 ഇംഗ്ലീഷിലൊന്ന് വായിക്കാമോ? Therefore we do not lose heart, though outwardly we are wasting away, yet inwardly we are being renewed day by day. Inwardly we have to be renewed day by day. എങ്ങനെ? Through the power of the Holy Spirit. Do we have this experience? If we are not having this experience, our life may be waste. നമുക്ക് അകത്തെ മനുഷ്യൻ ഓരോ ദിവസവും ദൈവകൃപയിൽ ശക്തി പ്രാപിപ്പാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളുടെ ജീവിതം പരാജയമാണ്. ഇങ്ങനെയാണ് ദൈവവചനം പറയുന്നത്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? We may have everything in this world, but if we lose our soul, everything is lost. സ്തോത്രം.
നമ്മൾ ഈ ലോകത്തിലുള്ള സർവ്വതും നേടിയാലും നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ എന്താണ് പ്രയോജനം? അപ്പോൾ നമ്മളിൽ എന്തുണ്ടാകണം? സ്ഥിരത വരുമ്പോൾ നമ്മളിൽ എന്തുണ്ടാകും? നമ്മുടെ കൃപ പെരുകി വരും. കൃപ പെരുകി വരും. പിന്നെന്തുണ്ടാകും? നമ്മുടെ സ്തോത്രം വർദ്ധിക്കും. ഇൻക്രീസ് അവർ പ്രൈസ് ആൻഡ് താങ്ക്സ് വിത്ത് ഗോഡ്. സ്തുതിയും സ്തോത്രവും നമ്മൾ എന്ത് ചെയ്യും? വർദ്ധിക്കും. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, നമ്മുടെ വായ എത്ര സ്തോത്രം ഒരു ദിവസം പറയും? സ്തോത്രം. ദൈവത്തെ എത്ര തവണ നാം ദൈവത്തെ സ്തുതിക്കും? ദൈവമേ നിനക്ക് സ്തോത്രം, ദൈവമേ നിനക്ക് സ്തോത്രം. ഇന്ന് പല ബുക്ക് സ്റ്റാളുകളിലും കിട്ടും പ്രാർത്ഥനയുടെ പുസ്തകം, ദ ബുക്ക് ഓഫ് പ്രയർ. അതിനകത്ത് എഴുതിയിരിക്കും 1 പ്രാവശ്യം സ്തോത്രം, 2 പ്രാവശ്യം സ്തോത്രം, 500 ടൈംസ് സ്തോത്രം, 1000 ടൈംസ് സ്തോത്രം, സ്തോത്രം സ്തോത്രം സ്തോത്രം. അങ്ങനെ പ്രാർത്ഥന വെച്ച ബുക്ക് വെച്ച പറയുന്നതല്ല നമ്മുടെ ഇന്നർ പ്രയർ. Maybe we may get books and we may able to repeat 100 times or 1000 times prayer. The prayer should not come from book, but prayer should come from life. Prayer should come from heart. Prayer should come from faith. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രാർത്ഥന പുറത്തു വരണം. Hallelujah. Our prayer should come from our practical life. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രാർത്ഥന പുറത്തു വരണം. അപ്പൊ എന്താ ചെയ്യേണ്ടുന്നത്? കൃപ പെരുകി വരണം. ഇൻക്രീസ് അവർ സബ്മിഷൻ ആൻഡ് ഗ്രേസ് വിത്ത് ഗോഡ്. ദൈവവുമായിട്ടുള്ള ബന്ധം നമ്മളിൽ പുതുകി വരണം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ഇനിയും ലാസ്റ്റ് 15-ാം വാക്യം ഇങ്ങനെയാണ് വായിച്ചത്, ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. നമ്മളെ ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ചേ 15-ാം വാക്യം. Outwardly when we are looking weak or wasting away, internally our spiritual man supposed to be strong. Internally our spiritual man supposed to be strong. Internally our spiritual man should be strong enough to defeat the enemy. സ്തോത്രം. നമ്മുടെ അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യണം? മലയാളത്തിൽ വളരെ വ്യക്തമാണ്. എന്താണ്? ശക്തിയോടെ എന്ത് ചെയ്യും? ബലപ്പെട്ടു വരും. Internally our spiritual man supposed to be strong enough to defeat enemy. Why our internal man supposed to be strong enough? It is not fight with our neighbors, it is not fight with our fellow beings, or it is not fight with our family members. Rather, internally our spiritual man supposed to be strong to defeat the enemy. നമ്മൾക്കെതിരെ ഉയർന്നു വരുന്ന ശത്രുവിൻ്റെ ഉയർച്ചകളെ തോൽപ്പിക്കാനാണ് നമ്മളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വർദ്ധിച്ചു വരേണ്ടുന്നത്. സ്തോത്രം. If our internal man supposed to be strong enough, you are not going to be a loser, but you are going to be a victorious person. നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെട്ട് ദൈവകൃപയിൽ നിലനിൽക്കുന്നെങ്കിൽ നമ്മളൊരു പരാജയമല്ല, പിന്നാരാണ്? നമ്മളൊരു ജയാളിയാണ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ മോളെ വാക്യം ഒന്നുകൂടെ വായിച്ചേ. Yet inwardly we are being renewed day by day. Renewed day by day. What should be our attitude towards our spiritual life? എന്താണ്? We have to be renewed day by day. Sometime we may get failure in our life. Sometime we may get lost in our life. Sometime we may have spiritual loss or physical loss or financial loss or energy loss, or so many loss may happen. But internally, spiritually, we have to be built up for the glory of God. ദൈവനാമത്തിൻ്റെ മഹിമയ്ക്കായി നമ്മൾ എന്ത് ചെയ്യണം? അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെട്ടു വരണം. സ്തോത്രം സ്തോത്രം
Stotram. So we have to be submitted. We have to be submitted. It is not worried about the external life. Our internal man supposed to be glorified. And our inner man supposed to be victorious. നമ്മുടെ അകത്തെ മനുഷ്യൻ എന്തായി മാറണം? ജയാളിയായി മാറണം. സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടാകട്ടെ. എൻ്റെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെട്ടു വരണം. ഇനിയും മൂന്നാമത്തെ കാര്യം, ബുക്ക് ഓഫ് കൊലോഷ്യൻസ് ചാപ്റ്റർ 3 വേർഡ്സ് 10. വായിക്കാം. ബുക്ക് ഓഫ് കൊലോഷ്യൻസ് ചാപ്റ്റർ 3 വേർഡ്സ് 10. And have put on the new self, which is being renewed in knowledge in the image of its creator. വായിച്ചോട്ടെ, ഒന്നുകൂടെ വായിച്ചു മോനെ. And have put on the new self, which is being renewed in the knowledge of the image of its creator. We have to be renewed in the image of creator. We have to be built up with the image of creator. എന്ന് പറഞ്ഞാൽ when people are looking on us, they are not supposed to see us, rather they have to see through us Christ. നമ്മളിലൂടെ ക്രിസ്തുവിനെ എന്ത് ചെയ്യണം? കാണണം. എന്താണ്? നമ്മളിലൂടെ ക്രിസ്തുവിനെ കാണണം. സ്തോത്രം. People have to see through us Christ. നമ്മളിലൂടെ ക്രിസ്തുവിനെ കാണാൻ ഇടവരണം. സ്തോത്രം. ഇനി if you are strong enough in faith, നമ്മൾ സ്ഥിരതയുള്ളവരായി മാറിയാൽ എന്ത് സംഭവിക്കും? അതാണ് നമ്മൾ വായിച്ചത്. സങ്കീർത്തനം 51:13 വായിച്ചാട്ടെ. ഇഫ് യു ഹാവ് സ്ട്രോങ് ഇനഫ് ഇൻ ഫെയ്ത്ത്, വാട്ട് ഇറ്റ് വിൽ ബി. സ്തോത്രം. എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും, പാപികളെ നിങ്കലേക്ക് മനം തിരിക്കും. If we are strong enough, ഇംഗ്ലീഷിലൊന്ന് വായിക്കാമോ? Then I will teach transgressors your ways, and sinners will turn back to you. നമ്മളിൽ തന്നെ ഒതുങ്ങി നിൽക്കാതെ ദൈവകൃപയിൽ വർദ്ധിച്ചു വന്നാൽ, if you are increased in power and faith, എന്ത് ചെയ്യുന്നറിയാമോ? The book of Psalms 51 verse 13 says, എന്താ ഒന്ന് ഇംഗ്ലീഷിലൊന്ന് വായിച്ചേ? I will teach transgressors in thy way. If you increase in God's control, എന്ത് സംഭവിക്കുന്നറിയാമോ? I will teach, എന്താണ്? Transgressors to God's way. ദൈവത്തിൻ്റെ വഴിയെ പഠിപ്പിക്കത്തക്കവണ്ണം I am an example to people. ഞാൻ ദൈവസന്നിധിയിൽ മനുഷ്യരുടെ മുമ്പിൽ എന്തായി മാറും? ഒരു മാതൃകയായി മാറും. I am an example. ദൈവസന്നിധിയിൽ ഒരു മാതൃകയായി മാറും. മാത്രമല്ല, I will point out their sins. Not through the power of human thing, but the power of the Holy Spirit. ഞാൻ എന്ത് ചെയ്യും? ദൈവസന്നിധിയിൽ മറ്റുള്ളവരുടെ പാപങ്ങളെ എടുത്തു കാണിക്കത്തക്കവണ്ണം ദൈവകൃപയുള്ള ഒരു വ്യക്തിയായിട്ട് മാറും. സ്തോത്രം. ഇന്ന് പകൽക്കാലം നാം ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുമ്പോൾ, we have to be confident in the presence of God. Confidence enough in the presence of God. We have to increase our faith. Our inner man is supposed to be strong enough every day so that we can defeat all our problems through the power of the Holy Spirit. നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെട്ടു വരുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെ ഓരോന്നായി നമുക്ക് ജയിക്കാൻ കഴിയും. Which doesn't mean that we may not have a problem or difficulty. We may have lots of problems and struggles in our life. But beyond, we will be an overcomers of our problem. നമ്മുടെ പ്രശ്നങ്ങളെ ജയിക്കുന്നവരായി മാറും. For that, we need to sit in the presence of God. We need to read the Bible. We need to listen the word of God. We need to experience the power of the Holy Spirit. We need to enjoy the moment of God. ദൈവ സാന്നിധ്യം നമ്മൾ രുചിച്ചറിയുന്നവരായി, ദൈവസന്നിധിയിൽ ദൈവവചനം വായിക്കുന്നവരായി, പ്രാർത്ഥിക്കുന്നവരായി നമ്മൾ ദൈവസന്നിധിയിൽ തീർന്നാൽ, if you draw near to God, God will come near to you. നീ ദൈവത്തോട് അടുത്ത് വന്നാൽ ദൈവം നിന്നോട് അടുത്ത് വരും.
ഞാനിവിടെ വാക്കിവിടെ നിർത്തുകയാണ്. നീ ദൈവത്തോട് അടുത്ത് വന്നാൽ ദൈവം നിന്നോടും അടുത്ത് വരും. സ്തോത്രം. If you go near to God, God will come near to you. ദൈവം നിന്നോട് അടുത്ത് വരും. So let us submit ourselves in the presence of God to draw near to God. ദൈവത്തോട് അടുത്ത് വരുവാൻ നമുക്ക് ഈ ദിവസങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കാം. ദൈവം നമ്മളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ആമേൻ.